മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദൈവകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിച്ച് ധ്യാനിക്കുകയാണ്. ഉന്നതത്തിൽ നിന്നുള്ളവൻ എല്ലാവർക്കും ഉപരിയാണ്, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്. ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഉപരിയായിട്ട് നിൽക്കുന്നത് കർത്താവീശോ മിശിഹ ആണ് എന്നാണ് വചനം പഠിപ്പിക്കുക. എല്ലാവർക്കും ഉപരിയായിട്ടുള്ളവൻ കർത്താവീശോ മിശിഹ, നമുക്കുപരിയായിട്ടുള്ളവൻ, നമ്മുടെ ജീവിതത്തിന്റെ രോഗങ്ങൾക്കുപരിയായിട്ടുള്ളവൻ, നമ്മുടെ ജീവിതത്തിന്റെ കടങ്ങൾക്കുപരിയായിട്ടുള്ളവൻ, നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകൾക്കുപരിയായിട്ടുള്ളവൻ, കുടുംബത്തിന്റെ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ഉപരിയായിട്ടുള്ളവൻ, നിന്റെ ജീവിത വഴികളിൽ നീ നേരിടുന്ന സകലവിധ പ്രശ്നങ്ങൾക്കും ഉപരിയായിട്ടുള്ളവൻ കർത്താവീശോ മിശിഹായ. കാരണം അവൻ വന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവമാണ് അവൻ. ദൈവമായ കർത്താവീശോ മിശിഹ നമ്മുടെ ജീവിതത്തിന് എല്ലാറ്റിനും ഉപരിയായിട്ട് നിൽക്കുന്നുവെങ്കിൽ അവന് മാത്രമേ നമ്മളെ രക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഈ ലോകത്തിൽ ഒരു വ്യക്തിയും നമ്മുടെ പ്രശ്നങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ ഒന്നും ഉപരിയല്ല. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് അതുകൊണ്ട് നിന്നെ രക്ഷിക്കാനും പറ്റത്തില്ല. നിന്നെ രക്ഷിക്കാൻ രോഗത്തിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, പരാജയത്തിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥകളിൽ നിന്ന്, ബിസിനസ്സിൽ ഉയർച്ചയില്ലാത്ത അവസ്ഥകളിൽ നിന്ന്, നിന്റെ കൃഷിയിൽ തളർന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന്, ജോലിയില്ലാത്ത അവസ്ഥ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്നെല്ലാം നിന്നെ രക്ഷിക്കാനായിട്ട് കഴിവുള്ളവൻ കർത്താവീശോ മിശിഹ മാത്രമാണ്. കാരണം അവൻ എല്ലാറ്റിനും ഉപരിയാണ്. അവൻ നൽകുന്ന രക്ഷ നീ ഏറ്റുവാങ്ങണം. നീ ആദ്യ ഹൃദയത്തിൽ വിശ്വസിക്കേണ്ടത്, എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഉപരിയാണ് എന്റെ കർത്താവ്. പ്രശ്നങ്ങളെ നോക്കി ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങള്, എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികള് ഓരോന്നും പറഞ്ഞിട്ട് പറയാ, അതിനും ഉപരിയാണ് എന്റെ കർത്താവ്. അവിടെ മഹത്വം കൊടുക്കുന്ന കർത്താവിനാണ്. പലപ്പോഴും നമ്മളൊക്കെ വിശ്വാസമില്ലാതെ നിൽക്കുമ്പോൾ, പ്രതിസന്ധികളിൽ പതറുമ്പോൾ പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾക്കാണ്. ജീവിതത്തിൽ കർത്താവിന് പ്രാധാന്യം കൊടുക്കുക. കർത്താവ് നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ എടുത്തു മാറ്റും. കാരണം അവൻ അതിനും ഉപരിയാണ്. അതിനുവേണ്ടി നീ ചെയ്യേണ്ട ഒരു കാര്യം ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഭൂമിയിലേക്ക് നോക്കരുത്, ഭൂമിയിലേക്ക് പ്രതീക്ഷ വെക്കുകയും അരുത്. നമ്മുടെ പ്രതീക്ഷ മുഴുവനും ഭൂമിയിലാണ്, നമ്മുടെ നോട്ടം മുഴുവനും ഭൂമിയിലേക്കാണ്. അതുപോരാ, ദൈവത്തിങ്കലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തണം. ദൈവത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ഉയരണം പ്രിയപ്പെട്ടവർ. എങ്കിലേ ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാറ്റിനും ഉപരിയായ കർത്താവീശോ മിശിഹ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എടുത്തു മാറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് എനിക്ക് ദൈവത്തെ കാണാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ദൈവത്തെ അനുഭവിക്കാൻ ഇടയ്ക്ക് പറ്റാത്തത്? ഞാൻ ഭൂമിയുടേതായിട്ട് നിൽക്കുക. ഭൂമിയുടേതായിട്ട് നിൽക്കുന്നവൻ ഭൂമിയുടേത് മാത്രമാണെന്നാണ് വചനം പഠിപ്പിക്കുക. ദൈവികതയിലേക്കൊരു വളർച്ച നേടിയെടുക്കുന്നവനെ ദൈവത്തെ കാണാനും ദൈവത്തെ അനുഭവിക്കാനും പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ജഡികരായിട്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ. ജഡിക വഴികളിലൂടെ നടക്കേണ്ടവരല്ല നമ്മൾ. ജഡത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടവരല്ല നമ്മൾ ജഡത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ജഡികതയെ വിട്ട് ആത്മീയതയിലേക്ക് വളരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ബലിയർപ്പണങ്ങൾ, നമ്മുടെ വചന വായന, ഇതെല്ലാം വർദ്ധിപ്പിച്ച് എപ്പോഴും ഒരു ദൈവിക ചിന്തയോടെ നടക്കുക. എപ്പോഴും പറയുക, എന്റെ ദൈവം എല്ലാറ്റിനും ഉപരിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം എന്നെ രക്ഷിക്കും, ദൈവാനുഭവം നിനക്ക് ലഭിക്കും. ഈ ഈശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന നാളുകളിൽ നമുക്ക് ദൈവീകതയിലേക്ക് വളരാനായിട്ട് പരിശ്രമിക്കാം. കാര്യങ്ങൾ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ ഓരോരുത്തരെയും സഹായിക്കണമേ, സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. ദൈവീകതയിലേക്ക് വളരുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ലോകത്തിലേക്കല്ല,
ലോകത്തിന്റെ സുഖങ്ങളിലേക്കല്ല, ലോകത്തിന്റെ മോഹങ്ങളിലേക്കല്ല. കർത്താവെ, അങ്ങയെ നോക്കാൻ, അങ്ങയിൽ പ്രതീക്ഷിക്കുവാൻ ഇവരെ ഓരോരുത്തരെ സഹായിക്കണമേ. കർത്താവെ, ഇവരുടെ ജീവിതത്തെ തുറണമേ, ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഇവരുടെ ജീവിതത്തിന്റെ മേല് അങ്ങ് ഇറങ്ങി വരണമേ. എല്ലാവർക്കും ഉപരിയായ അങ്ങ്, എല്ലാറ്റിനും ഉപരിയായ അങ്ങ് ഇവരുടെ കുടുംബത്തെയും ഇവരുടെ ജീവിതത്തെയും രക്ഷിക്കണമേ. അധ്വാനങ്ങളും രോഗങ്ങളും അങ്ങ് ഇറങ്ങി വന്ന് ഇവരെ സഹായിക്കണമേ. കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ. പൈശാചിക ശക്തികൾ അങ്ങയുടെ നാമത്തിൽ നിർവീര്യമായി തീരട്ടെ. തടസ്സങ്ങളും ശാപങ്ങളും ദുരിതങ്ങളും ഇവരിൽ നിന്ന് ഇപ്പോൾ നിർവീര്യമായി തീരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറ്റവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.